നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ലൈഫ് ഗിവിംഗ് വാട്ടർ എന്ന 5ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒന്നാമത്തെ പാർട്ടിൽ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. വേൾഡ് വാട്ടർ ഡേ എന്ന് പറയുന്നത് മാർച്ച് 22 ആണ്. ഓർത്തിരുന്നോണം, വേൾഡ് വാട്ടർ ഡേ മാർച്ച് 22. വിച്ച് ആർ ദ 3 ഫോംസ് ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ 3 രൂപങ്ങൾ ഏതൊക്കെയാണ്? ഐസ്, വാട്ടർ വേപ്പർ. സോളിഡ് സ്റ്റേറ്റിൽ ഐസ്, ലിക്വിഡ് സ്റ്റേറ്റിൽ വാട്ടർ, ഗേഷ്യസ് സ്റ്റേറ്റിൽ വേപ്പർ. വാട്ട് ഈസ് മെൻ ബൈ ഇവാപ്രേഷൻ? ഇവാപ്രേഷനും കണ്ടൻസേഷനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, അറിയാമായിരിക്കണം. ഇവാപ്രേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് ചേഞ്ച് ടു വേപ്പർ ഡ്യൂ ടു ഹീറ്റ്. ഹീറ്റിൻ്റെ ഫലമായിട്ട് ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്ന പ്രോസസ്സ്, അതായത് വെള്ളം നീരാവിയായിട്ട് മാറുന്ന പ്രോസസ്സിനാണ് ഇവാപ്രേഷൻ ചെയ്ത്. ഇവാപ്രേറ്റ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ നീരാവിയായി പോവുക എന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇപ്പം നീരാവിയായി മാറുന്നു, വേപ്പറായി മാറുന്നു. എന്ത്? ജലം. അതാണ് മുകളിൽ ഞാനൊരു ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, ലിക്വിഡ് ഹീറ്റിൻ്റെ പ്രസൻസിൽ വേപ്പറായിട്ട് മാറുന്നതാണ് എന്തായിട്ടുള്ളത്? ഇവാപ്രേഷൻ. ഇവാപ്രേഷൻ എന്ന് പറയുമ്പോൾ വേപ്പർ ചെയ്ത് വേപ്പറാകുന്നു. ഇവാപ്രേഷൻ പേരിനകത്ത് നമുക്ക് ക്ലൂ മാറ്റിയെടുക്കാവുന്നതാണ്. ഈ മാറ്റി കഴിയുമ്പോൾ വേപ്പർ അവിടെ ഉണ്ടല്ലേ, വേപ്പറൈസേഷൻ. ഇവാപ്രേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പം ലിക്വിഡ് വേപ്പറായി മാറുന്നു. എന്തിൻ്റെ പ്രസൻസിൽ? ഹീറ്റിൻ്റെ പ്രസൻസിൽ. അടുത്തത് അതിന് എക്സാമ്പിളാണ് വാട്ടർ ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ. വാട്ടർ വേപ്പറായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. വാട്ട് ഈസ് മെൻ ബൈ കണ്ടൻസേഷൻ? കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവാപ്രേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർക്കുക. വേപ്പർ കൂൾ ചെയ്ത് കഴിയുമ്പോൾ, ഇവിടെ ഹീറ്റ് ചെയ്യുകയായിരുന്നു, ഇവിടെ എന്ത് ചെയ്യണം? കൂൾ ചെയ്യുകയാണ്. തണുപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ലിക്വിഡായിട്ട് മാറുന്നു. മേഘം അല്ലെങ്കിൽ നീരാവി തണുത്ത ജലമായിട്ട് പുറത്തേക്ക് വീഴുന്നു, താഴേക്ക് വീഴുന്നു മഴയായിട്ട്. On cooling, vapor changes to liquid is called condensation. Example, water vapor changes into water. Then, water conservation methods ചോദിക്കാവുന്നതാണ്. വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് ഏതൊക്കെയെന്നുള്ള പ്രാവശ്യം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാണിത്. റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്. റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ് എന്ന് പറഞ്ഞാൽ മഴക്കുഴി നിർമ്മിക്കുക. അതിൻ്റെയൊക്കെ പേര് പഠിച്ചിരുന്നാൽ മതി. മഡ് വോൾസ്, കയ്യാല നിർമ്മിക്കുക. സ്ലോപ്പിംഗ് ലാൻഡ്, കട്ട് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്, തട്ടുകളാക്കി ചരിഞ്ഞ ഭൂമിയെ തട്ടുകളാക്കി തിരിക്കുന്നത്. സ്ലോപ്പിംഗ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ പ്രതലങ്ങളെ കട്ട് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്, പല തട്ടുകളായിട്ട് തിരിക്കുക. ഇനി പ്രിപ്പയറിംഗ് ബേസിൻസ് അറൗണ്ട് ട്രീസ്, മരങ്ങളുടെ ചുറ്റും തടയെടുക്കുക. തെങ്ങിന് ചുറ്റും മരങ്ങൾക്ക് ചുറ്റുമൊക്കെ തടയെടുക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ വെള്ളം നിന്നോളും. റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, മഴവെള്ള സംഭരണികൾ. റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. ഇനി റെയിൻ വാട്ടർ ഇൻറ്റു വെൽസ്, സിൽപോളിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, വെൽ റീചാർജിങ്. ഇത് 3 ന്യൂ മെത്തേഡ്സ് ആണ്. ഇപ്പം മറ്റെല്ലാം നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഇത് ഇപ്പോഴത്തെയാണ്. റെയിൻ വാട്ടർ ഇൻറ്റു വെൽസ്, കിണറുകളിലേക്ക് റെയിൻ വാട്ടർ നേരെ ശേഖരിക്കുന്നത്. സിൽപോളിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, വെൽ റീചാർജിങ്, കിണറിന് റീചാർജ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫ്രഷ് വാട്ടറിൻ്റെ ഇൻ്റർനാഷണൽ ഇയർ ആയിട്ട് ആഘോഷിച്ചു. അതായത് ശുദ്ധജലം സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇൻ്റർനാഷണൽ ആയിട്ടൊരു ഇയർ ഫ്രഷ് വാട്ടറിന് വേണ്ടി എടുത്തിരുന്നു. അത് 2003 ആയിരുന്നു. വേൾഡ് വാട്ടർ ഡേ എന്ന് പറയുന്നത് മാർച്ച് 22. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് 2003. ഇനി ഇതിൻ്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. പ്രിവെൻറ്റീവ് സ്റ്റെപ്സ് ടു ടേക്ക് ടു അവോയ്ഡ് ഡെത്ത് ബൈ ഡ്രോയിങ്. മുങ്ങി മരണങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം പ്രിവെൻറ്റീവ് സ്റ്റെപ്സ് ആണ്, എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? എവരിബഡി ഗിവൺ ട്രെയിനിങ് ഇൻ സ്വിമ്മിങ്. നീന്തലിന് എല്ലാവർക്കും പരിശീലനം നൽകുക. സർവീസസ് ഓഫ് വാട്ടർ ഡ്രൈവേഴ്സിൻ്റെ സഹായങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുക. ലൈഫ് ഗാർഡ്സ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. ഇപ്പം കടൽ തീരത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും കായലിൻ്റെ അവിടെയൊക്കെ എന്തുണ്ടായിരിക്കുക? ലൈഫ് ഗാർഡ്സ് ഉണ്ടായിരിക്കുക. നമ്മൾ കടൽ തീരത്തൊക്കെ ചെല്ലുമ്പോൾ ഒക്കെ അവരെ കാണാറുണ്ടല്ലോ. ലൈഫ് ഗാർഡ്സ് ഷുഡ് ബി അവൈലബിൾ, അവരുടെ സേവനം ലഭ്യമാക്കുക. സേഫ്റ്റി ബോട്ട്സ്, സുരക്ഷാ ബോട്ടുകൾ ഉണ്ടായിരിക്കുക. ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ആർ ടു ബി പ്രൊവൈഡഡ്. ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് നൽകുക.
Safety measures in water transport vehicles should be ensured. അതായത് സേഫ്റ്റി വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിന്, അതായത് ബോട്ടിലും അതുപോലെയുള്ള നമ്മൾ കപ്പലിലും ഒക്കെ പോകുമ്പോൾ അതിനകത്തൊക്കെ വാട്ടറിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുക. ഇനി മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങളെ ഒഴിവാക്കാനായിട്ട് എന്തെല്ലാം മെത്തേഡ്സ് ആണ് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം എന്ന്. പ്രിവെൻറ്റ് എന്ന് പറഞ്ഞാൽ തടയുക. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ തടയുന്നതിന് വേണ്ടി, പ്രകൃതി ദുരന്തങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ എന്തെല്ലാം. ഒന്നാമത്തെ ഫ്ലഡ്, അതാണ് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം. ഓൾവേസ് കീപ്പ് സം സ്റ്റോക്ക് ഓഫ് എഡിബിൾസ് ആൻഡ് ഫസ്റ്റ് എയ്ഡ്. നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ വന്നതുകൊണ്ട് നമുക്കറിയാം ആ സമയങ്ങളിലൊക്കെ എന്താണ് ചെയ്യേണ്ടത്, കുറച്ച് ഭക്ഷണ സാധനങ്ങളും ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും ഒക്കെ എന്ത് ചെയ്തിരിക്കണം, എപ്പോഴും കീപ്പ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് വരുമ്പോഴേ അത് എടുത്തുകൊണ്ട് പോയി തൽക്കാലത്തേക്കുള്ളതെങ്കിലും രക്ഷപ്പെടാം. ഡിസ്കണക്ട് ഓൾ ഇലക്ട്രിക് അപ്ലയൻസസ്, എല്ലാ ഇലക്ട്രിക് ആയിട്ടുള്ള സാധനങ്ങളും എന്ത് ചെയ്യുക, ഡിസ്കണക്ട് ചെയ്തിടുക. ഓൾവേസ് ലിസൺ TV ഓർ റേഡിയോ വാർണിംഗ്സ്. TV കൂടെ റേഡിയോയിൽ കൂടെയൊക്കെ നൽകുന്ന വാർണിംഗ്സ്, മുന്നറിയിപ്പുകളെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക, അതനുസരിച്ച് പെരുമാറുക. ദെൻ സെക്കൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് മഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ നമ്മളിപ്പോൾ ഒത്തിരി കാണുന്നതാണ്. മിനിമൈസ് ഹോം ഹസാർഡ്സ്, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കുറേയൊക്കെ കുറയ്ക്കുക. ഡെവലപ്പ് ആൻ എമർജൻസി കമ്മ്യൂണിക്കേഷൻ പ്ലാൻ, പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പറുകളോ അല്ലെങ്കിൽ എന്തെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശേഖരിച്ചിരിക്കുക. ദെൻ ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടൽ. റെക്കഗ്നൈസ് വാർണിംഗ് സൈൻസ്, ഉരുൾപൊട്ടലിനെല്ലാം മുമ്പാട് നിർബന്ധമായിട്ട് നമുക്ക് അതിൻ്റെതായ കുറച്ച് വാർണിംഗ് സൈനൊക്കെ കിട്ടാറുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയുക. പ്രത്യേകിച്ച് മൃഗങ്ങൾ, മനുഷ്യരുടേതിനേക്കാളും മൃഗങ്ങൾക്ക്, ഇഴജന്തുക്കൾക്കും പക്ഷികൾക്കും ഒക്കെ ചെവിയുടെ കേൾവിശക്തി കൂടുതലായതുകൊണ്ട് ഈ ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന ചെറിയ പ്രകമ്പനങ്ങൾ പോലും ഇവയ്ക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവയെല്ലാം അതിൻ്റെതായ രീതിയിലുള്ള പ്രത്യേകതരം സൗണ്ടും കാര്യങ്ങളൊക്കെ പുറപ്പെടുവിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക, വാർണിംഗ് സൈൻസ്. റിമെമ്പറിങ് ഫ്ലഡിങ് മേ ഒക്കർ ആഫ്റ്റർ ദി ലാൻഡ് സ്ലൈഡ്, ഓർത്തിരിക്കുക ഉരുൾപൊട്ടലിന് ശേഷം ഫ്ലഡ് ഉണ്ടാകാനുള്ള, വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത കോസ്റ്റൽ ഇറോഷൻ, കടലാക്രമണം അല്ലെങ്കിൽ സീ ടർബുലൻസ്, കടൽക്ഷോഭം. കോസ്റ്റൽ ഇറോഷനും സീ ടർബുലൻസും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. നെവർ ലീവ് ക്ലോസ് ടു ദ സീഷോർ ഇഗ്നോറിങ് വാർണിംഗ്സ്, നമുക്ക് തന്നിരിക്കുന്ന മുന്നറിയിപ്പുകളെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് സീഷോറിനടുത്ത്, കടൽ തീരത്ത് താമസിക്കാതിരിക്കുക, അതിൻ്റെ അടുത്ത് പോയി നിൽക്കാതിരിക്കുക. കൺസ്ട്രക്ട് സീ വോൾസ് ആൻഡ് റേസ് മാംഗ്രോവ് വെജിറ്റേഷന്, സീ വോൾസ് കടൽ ഭിത്തികൾ നിർമ്മിക്കുക. അതുപോലെ തന്നെ മാംഗ്രോവ്സ് നമുക്കറിയാം, കണ്ടൽക്കാടുകളെല്ലാം വെച്ച് പിടിപ്പിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ലീഡിങ് ടു ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടലിലേക്ക് നയിക്കുന്നവ എന്തെല്ലാമാണ്, ലാൻഡ് സ്ലൈഡിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ദ അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ സ്റ്റീപ്പ് പ്ലേസസ്, ചെരിഞ്ഞ സ്ഥലങ്ങളിലുള്ള അൺസയൻറ്റിഫിക് ആയിട്ടുള്ള അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ സ്റ്റീപ്പ് പ്ലേസസ്, ചെരിഞ്ഞ പ്രതലങ്ങളിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇത് construct sea walls. The cultivation methods with large scale soil digging. Cultivation methods with large scale soil digging. മണ്ണ് കുഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരിയായിട്ട് ഇത് ലാർജ് സ്കെയിലിൽ മണ്ണ് കുഴിച്ചെടുക്കുന്നത് ഒഴിവാക്കുക. ദ ലെവലിംഗ് ഓഫ് ഹിൽസ്, മലകളെല്ലാം നികത്തുന്നത് ഒഴിവാക്കുക. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഇതെല്ലാമാണ് എന്തിലേക്ക് നയിക്കുന്നത്, ലാൻഡ് സ്ലൈഡിലേക്ക് നയിക്കുന്നത്. ഏതൊക്കെയാണ്? അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ സ്റ്റീപ്പ് പ്ലേസസ്, കൾട്ടിവേഷൻ മെത്തേഡ്സ് വിത്ത് ലാർജ് സ്കെയിൽ സോയിൽ ഡിഗിങ്, ദ ലെവലിംഗ് ഓഫ് ഹിൽസ്, ഡീഫോറസ്റ്റേഷൻ. ഓക്കെ, ദെൻ
വാട്ട് ഇൻക്രീസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലോസ് ഓഫ് ആക്സിഡൻസ്? ആക്സിഡൻറ്റുകളുടെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നാണ്? വെൻ പീപ്പിൾ ഇഗ്നോർ വാർണിംഗ്സ് ആൻഡ് ലീവ് ക്ലോസ് ടു ദ സീഷോർ. വാർണിംഗ്സ്, മുന്നറിയിപ്പുകൾ നൽകുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നു? അവഗണിക്കുന്നു. അതുപോലെ തന്നെ സീഷോറിനടുത്ത് വളരെയധികം താമസിക്കുന്നു. അതൊക്കെയാണ് എന്തിനുള്ള ഈ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ. പോസിബിൾ മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് വാട്ടർ പൊള്യൂഷൻ. വാട്ടർ പൊള്യൂഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി വാട്ടർ പൊള്യൂഷനെ തടയുന്നതിനുള്ള പോസിബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് എന്തെല്ലാമാണെന്ന്. പ്രോപ്പർ സീവേജ് ട്രീറ്റ്മെൻറ്റ്, അതായത് മാലിന്യങ്ങളെയെല്ലാം ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അവയെ ശരിയായ രീതിയിൽ സംസ്കരിച്ചെടുക്കുക എന്നുള്ളത്. മലിനജലങ്ങളെല്ലാം സംസ്കരിച്ചെടുക്കുക. റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് കാര്യങ്ങളെല്ലാം റീസൈക്ലിംഗ് ചെയ്യുക. റീസൈക്ലിംഗ് ചെയ്ത് വീണ്ടും പുതിയതായിട്ട് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇൻസ്റ്റാളിംഗ് പൊള്യൂഷൻ കൺട്രോൾ മെഷീനറീസ്, പൊള്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള മെഷീൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക. റെസ്ട്രിക്ഷൻ ഇൻ ദ യൂസ് ഓഫ് ഹാംഫുൾ കെമിക്കൽസ്, ഹാംഫുൾ ആയിട്ടുള്ള ഉപദ്രവകരമായ കെമിക്കൽസിനെ നിരോധിക്കുക. റെഗുലർ മോണിറ്ററിംഗ് ഓഫ് വാട്ടർ ക്വാളിറ്റി, വാട്ടറിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്, വാട്ടറിൻ്റെ ഗുണമേന്മ എന്തോരം ഉണ്ടെന്നുള്ളത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? പരിശോധിക്കുക. അതിന് മോണിറ്ററിങ് ചെയ്തു പോവുക. എഫക്റ്റീവ്നെസ് ഓഫ് പൊള്യൂഷൻ കൺട്രോൾ ബോർഡ്, പൊള്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എന്ത് ചെയ്യുക? എഫക്റ്റീവ് ആക്കുക, കൂടുതൽ പ്രയോജനകരമാക്കുക, കൂടുതൽ ശക്തമായ രീതിയിൽ അതിനെ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുക. Then suggest methods to increase the solubility of water soluble substances. വാട്ടർ സോല്യൂബിൾ സബ്സ്റ്റൻസസിൻ്റെ സോല്യൂബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? നമ്മൾ ആദ്യത്തെ പാർട്ടിയിൽ കണ്ടായിരുന്നു, ഫസ്റ്റ് പാർട്ടിയിൽ കണ്ടായിരുന്നു എന്താണ് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ആ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസിൻ്റെ സോല്യൂബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു? ലാർജ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് ഈസ് യൂസ്ഡ്. സോൾവെൻറ്റ്, യൂണിവേഴ്സൽ സോൾവെൻറ്റ് വാട്ടർ എന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ സോൾവെൻറ്റിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് കൂട്ടുക. സോൾവെൻറ്റ് ഈസ് സ്റ്റിർഡ് കണ്ടിന്യൂസ്ലി, സോൾവെൻറ്റിനെ നന്നായിട്ട് ഇളക്കുക, വെള്ളം നന്നായിട്ട് ഇളക്കുക. യൂസ് പൗഡേർഡ് സൊല്യൂട്ടിന് ഉപയോഗിക്കുന്ന പൊടിച്ചതായിരിക്കും. അപ്പം കൽക്കണ്ട ഇടുന്നതും പഞ്ചസാര ഇടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പൗഡേർഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിന് നമുക്ക് കുറച്ചുകൂടി വളരെ എളുപ്പത്തിലായിട്ട് അതിൻ്റെ സോല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ദ സൊല്യൂഷൻ ഈസ് ബോയിൽഡ് വെൽ, അതിനെ നന്നായിട്ട് തിളപ്പിക്കുവാണെങ്കിൽ അത് വേഗം എന്ത് ചെയ്ത് കിട്ടും? അതിൻ്റെ സോല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പം അതാണ് ഈ നാലെണ്ണമാണ് സോല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നതിനുള്ള മാർഗങ്ങൾ. ഇനി പോസ്റ്റ് നിർമ്മിക്കാൻ പറഞ്ഞോട് അല്ലെങ്കിൽ സജഷൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. കൺസേർവ് വാട്ടർ, സേവ് ദ പീപ്പിൾ. വാട്ടർ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ എഴുതാം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. നോ കളർ, ടേസ്റ്റ്, സ്മെല്ല്, ഡിസോൾവ് സബ്സ്റ്റൻസസ്, എക്സിറ്റ്സ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ്, ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. കാര്യങ്ങളെല്ലാം അറിയാം. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് വാട്ടർ, proper functioning of life process in our body to make soft drinks, for industrial purpose, for recreation purpose, watering plants, for drinking, bathing, etc., for cooking, washing, etc. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു പോയതായിരുന്നു ചെറുതായ രീതിയിൽ. ഇനി ഇത് നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. ഒബ്ജക്ട്സ് ദാറ്റ് ഫ്ലോട്ട് ഓൺ വാട്ടർ, ഒബ്ജക്റ്റ് ദാറ്റ് സിങ്ക് ഓൺ വാട്ടർ. ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് വാട്ടറിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത്, ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് വാട്ടറിൻ്റെ മുകളിൽ വാട്ടറിലേക്ക് താഴ്ന്നു കിടക്കുന്നത് എന്നുള്ളത്. പൊങ്ങിക്കിടക്കുന്ന എപ്പോഴും വെയിറ്റ് ഇല്ലാത്ത വസ്തുക്കളാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടി ഓർക്കാനായിട്ട് എളുപ്പമുണ്ട്. തെർമോകോള്, പ്ലാസ്റ്റിക്, റബ്ബർ, വാക്സ്, മെഴുക്, വുഡൻ പീസസ്, പ്ലാന്റൈൻ സ്റ്റെം എന്ന് പറഞ്ഞാൽ അറിയാലോ, വാഴത്തണ്ട്, കെറോസിൻ, ഐസ് ക്യൂബ്സ്, കോക്കനട്ട് ഓയിൽ, അതെല്ലാം എന്ത് ചെയ്യുന്നതാണ്? ഫ്ലോട്ട് ഓൺ വാട്ടർ ആണ്. ഇനി ഒബ്ജക്ട്സ് ദാറ്റ് സിങ്ക് ഓൺ വാട്ടർ ഏതൊക്കെയാണ്? സ്റ്റോണ്, സാൻഡ്, സോപ്പ് ബാർ, അയൺ നെയില്, ഫുഡ് ഗ്രെയിൻസ്, ഷുഗർ ക്യാൻഡി, ജാഗറി, മെറ്റൽ ബ്ലോക്ക്. ഇനി സോഴ്സസ് ഓഫ് വാട്ടർ ഏതൊക്കെയാണുള്ളത്? പ്യുവർ വാട്ടറും ഉണ്ട്, സോൾട്ട് വാട്ടറും ഉണ്ട്.
നമുക്കറിയാം പ്യുവർ വാട്ടറിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്? വെല്ല്, പോണ്ട്, റിവർ, സ്ട്രീം, റെയിൻ വാട്ടർ. സോൾട്ട് വാട്ടറിൻ്റെയോ? ലേക്ക്, ഓഷൻസ്, സീ എല്ലാം. Then methods can adopt to make rainwater to seep down into the soil. സോയിലിലേക്ക്, മണ്ണിലേക്ക് ജലം കൂടുതലായിട്ട് ആഴ്ന്നിറങ്ങാനായിട്ട് സഹായിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. പ്ലാന്റ് മോർ ട്രീസ്, ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. മേക്ക് റെയിൻ വാട്ടർ പിറ്റ്സ്, മഴക്കുഴി നിർമ്മിക്കുക. മേക്ക് basins around the trees such as coconut, arecanut, etc. അതായത് ബേസിൻസ്, തടമെടുക്കുക, മരങ്ങൾക്ക് ചുറ്റും തടമെടുക്കുക. റെയിൻ വാട്ടർ ദാറ്റ് fall on the roof of houses and buildings is made to flow through pipes into a pond or other water reservoirs. റെയിൻ വാട്ടർ, മഴ, ദാറ്റ് ഫ്ലോസ് ഓൺ ദി റൂഫ്, മേൽക്കൂര, വീടിൻ്റെ ഒക്കെ മേൽക്കൂരയിൽ, കെട്ടിടങ്ങളുടെ എല്ലാം മേൽക്കൂരയിൽ വീഴുന്ന വെള്ളം ഒരു പൈപ്പിൽ കൂടി എന്ത് ചെയ്യുക? ഒഴുകി പോണ്ടിലേക്കോ അല്ലെങ്കിൽ വാട്ടർ റിസർവേഴ്സിലേക്കോ ഒക്കെ ഒഴുകാനായിട്ട് സഹായിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് വെള്ളത്തെ നിയമിക്കാം. ഇനി അവിടെ ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, കെറോസിൻ ആക്ട്സ് എ സോൾവെന്റ്. ഹിയർ ദ ജാക്ക്ഫ്രൂട്ട് ഗം ഈസ് സോലുബിൾ ഇൻ കെറോസിൻ, സോ ദ ഗം ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ഫ്രം ദ നൈഫ്. അതായത് ഇതാണ് കാര്യം. നമുക്കറിയാം, നമ്മൾ ചക്ക ഒക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ചക്കയുടെ മുളഞ്ഞിൻ കത്തിയെ മുഴുവനാകും അല്ലേ? അപ്പോൾ നമ്മളത് കളയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ നമ്മൾ മണ്ണെണ്ണ തൂക്കും. മണ്ണെണ്ണ തൂത്ത് കഴിയുമ്പോഴത്തേനും അത് ഈസി ആയിട്ട് പോകുന്നത് കാണാം. അവിടെ കെറോസിൻ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? കെറോസിൻ ആക്ട് ആസ് എ സോൾവെന്റ്. അവിടെ കെറോസിൻ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് ഓർക്കുക? സോൾവെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദ ജാക്ക് ഫ്രൂട്ട് ഗം ഈസ് സോലുബിൾ. ജാക്ക് ഫ്രൂട്ടിന്റെ ഗം, അതായത് ചക്കപ്പച്ച, അതായത് മുളഞ്ഞീൻ, ഈ സോലുബിൾ ഇൻ കെറോസിൻ, കെറോസിനകത്ത് മണ്ണെണ്ണയ്ക്കകത്ത് സോലുബിൾ ആകുന്നു. സോ ദ ഗം ക്യാൻ ബി ഈസിലി റിമൂവ്ഡ് ഫ്രം ദ നൈഫ്. അതുകൊണ്ട് നൈഫിൽ നിന്നും വളരെ ഈസി ആയിട്ട് അതിനെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ തീരുകയാണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം പറഞ്ഞു. പല പ്രാവശ്യം കേട്ട് പഠിക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർക്കുക. എന്നാലേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ അന്നേരം കിട്ടാൻ പറ്റത്തുള്ളൂ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.